ഹലോ, ബാപ്പുവിൻ്റെ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ബീഫ് ബിരിയാണി വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വടക്കണിക്ക് പോകാൻ നിൽക്കുകയാണ്. ഹലോ, ഇന്ന് ഇവിടെ ഒരു ബീഫ് ബിരിയാണി വെക്കാൻ പോവാണ്. അപ്പോൾ അതിക്ക് ഒരു 1.5 കിലോ ഇറച്ചി ഉണ്ട്, ബീഫാണ്. അപ്പോൾ അതിക്ക് പാകത്തിന് കുറച്ച് ഉപ്പിടുക. ഇനി നമ്മൾ ഇതിൽ ഇടാൻ പോകുന്നത് ഒരു കുറച്ച് പാകത്തിന് പെരിഞ്ചീരകം ഇതിൻ്റെ പൊടിയാണ്, പൊടിച്ച പൊടിയാണ്. ഇനി നമുക്ക് മല്ലിപ്പൊടി പാകത്തിന് കുറച്ചിട്ടാൽ കേട്ടോ. കുരുമുളക് പൊടിച്ച പൊടി 1 സ്പൂൺ കേട്ടോ. ഇനി നമുക്ക് പച്ചമുളക് ചതച്ചത് അത് വേറെ കേട്ടോ, പാകത്തിന് കേട്ടോ. ഇഞ്ചി ചതച്ചത് കേട്ടോ, അതും പാകത്തിനുണ്ട്, കുറച്ച് ഏറിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ, അതൊരു 1.5 സ്പൂൺ തോന്നി. ഇനി തൈര് കേട്ടോ, തൈരാണ് ഒഴിക്കുന്നത്, 1.5 കയ്യിൽ. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടോ. കുറച്ച് സുറുക്ക ഒഴിക്കുകയാണ്. സുറുക്ക ഇല്ലാത്തവർ ഒരു 2 ചെറുനാരങ്ങ ഒഴിച്ചാൽ മതി കേട്ടോ, സുറുക്ക പാകത്തിന്. കരിവേപ്പിൻ്റെ ഇല പാകത്തിന് ഇടുക കേട്ടോ. ഒരു 1.5 കിലോ ഇറച്ചിക്കൊക്കെ ഒരു 5-6 ഇല്ലി കരിവേപ്പിൻ്റെ ഇല പറയും, വേറെണ്ട. നമ്മളിടാൻ പോകുന്നത് ഇനി നമ്മളിടാൻ പോകുന്നത് മല്ലിച്ചപ്പും പൊടിയോടും മിക്സ് ആക്കിയത്, അതും പാകത്തിന് ഇടുക. ഒരു ചോയും പുളിയൊക്കെ ഉണ്ട് ഇവിടെ, അങ്ങനെ ചെറിയ വാസനയൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഉള്ളി അരിഞ്ഞതാണ്, അത് നല്ലോണം കൈയിട്ട് തിരുമ്പി നല്ലൊന്ന് പൊടിക്കണം, അല്ലെങ്കിൽ ഉള്ളിയൊക്കെ ആകെ ഇങ്ങനെ നിൽക്കല്ലേ. എന്നിട്ട് അത് നമ്മൾ കുറച്ച് ഇതിലേക്ക് ഇടാൻ പോകണം. കുറച്ചധികം ഇട്ടോണ്ടി, നല്ല മസാലയൊക്കെ ഉണ്ടാവും കേട്ടോ. അതിട്ടു ഒരു 4 ഉള്ളി ഇട്ടോ. 6 തക്കാളി വെട്ടിയത് അത് ഇട്ടോ, 6 ഉള്ളു, അത് മതി. ഇനി നമുക്ക് ഇതൊക്കെ പാടെ ഇട്ട സാധനങ്ങളൊക്കെ ഒന്ന് മിക്സ് ആകാൻ ഇതൊന്ന് നല്ലോണം ഇളക്കി മറിച്ചുക. ഇറച്ചി കൂടെ ഒക്കെ ഒന്ന് മസാല പൊടിക്കണം, ശരിക്കും മറിക്കണം കേട്ടോ. നല്ലോണം ഇളക്കി മറിച്ചിട്ട് ഇറച്ചിയും കൂടെ പൊടിക്കണം. ഉപ്പും ഈ ജീരകം മല്ലിപ്പൊടിയൊക്കെ കുറച്ചിട്ടിട്ടുള്ളൂ, അതൊക്കെ പാകത്തിനിടുക. ഇത് നല്ലോണം മഞ്ഞൾപ്പൊടി കുറച്ച് ആദ്യം കുറച്ചിട്ടില്ല, ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലോണം ഇളക്കി മറിച്ച ഈ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഒന്ന് ഗന്ധലേ, അത് നല്ല ഗന്ധലൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ മറിച്ചുമ്പോൾ തന്നെ. ഇപ്പോൾ നല്ല മറിഞ്ഞ് മറിഞ്ഞ് കഴിഞ്ഞ് നമുക്കിനി ഇത് കുറച്ച് നേരം 10 മിനിറ്റ് അടുപ്പത്ത് വെച്ചാൽ അത് വേറും. ഇനി നമ്മൾ അടുപ്പത്തേക്ക് വെക്കാൻ പോകട്ടോ. അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഇനി നമുക്ക് കുക്കർ ജാമാക്കി കുക്കർ കുക്കാൻ പോട്ടെന്നാ. ഒരു 10 മിനിറ്റ് അവിടെ കടക്കട്ടെ അടുത്തിട്ട്. അപ്പോൾ നമുക്ക് അരി ഒന്ന് കഴുകിക്കൊണ്ട് നിൽക്കട്ടോ. ഇറച്ചി അവിടെ വെന്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അരി നമുക്ക് ബിരിയാണി വെക്കാൻ വേണ്ടി അരി ഒന്ന് കഴുകി അപ്പോൾ വെക്കണം. കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടണം അരി. അപ്പോൾ നമ്മളെ ഇറച്ചി നല്ല വേവായിക്കാണ്ട് അടുപ്പത്തിന് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി വെക്കാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ 2 പട്ട ഇല കേട്ടോ, അതൊരു ടേസ്റ്റിന് വേണ്ടി ഇടുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പട്ട 2 ഏലക്കായിൻ്റെ പൊട്ടും ഇത് കാണില്ലെങ്കിൽ. ഇനി നമുക്ക് ക്യാരറ്റാണ് കുറയിച്ചിടുന്നത്, അത് വെള്ളം തിളക്കുമ്പോഴത്തേനും അത് വേവും ചുറ്റും. ഒരു പാകത്തിന് കേട്ടോ, ആകെ 2 ക്യാരറ്റാണ്. വെള്ളം തിളച്ച് മറിഞ്ഞിട്ടോ. ഇനി നമ്മൾ അരി ഇടുകയാണ് കേട്ടോ. അരി ഇട്ടു. ഇനി അരി ഒന്ന് തിളക്കുക. 10 മിനിറ്റ് നമുക്ക് ഈ അരി ഒന്ന് വന്നാലും
ഊറ്റിയെടുക്കാം. അപ്പം നമ്മൾ ചോറ് ഊറ്റിയെടുക്കാം. ചോറൊക്കെ റെഡി ആയി. 10 കിലോ ചോറായി. ഫുള്ളായിട്ട് വാർത്തിട്ടാം. പെട്ടെന്ന് നോക്കുക. അല്ലെങ്കിൽ ചോറ് വേറെ പോകും. ചോറ് വാറ്റി ഊറ്റിയെടുക്കുകയാണ്. തീരാനായിട്ടോ. ഫുള്ളായിട്ട് ഊറ്റിയെടുക്കട്ടോ. ഉള്ളി വാട്ടിയെടുക്കാൻ വേണ്ടി നെയ്യ് എടുക്കട്ടോ. ഇച്ചിരി മൂപ്പിച്ചാണേ നെയ്യ് വയ്ക്കാം. മുന്തിരി വാട്ടട്ടോ. ഈ അണ്ടിപ്പരിപ്പ് വയ്ക്കണം. എന്നിട്ട് വേണ്ട ഇത് കോരിയെടുക്കട്ടോ. അണ്ടി മുന്തിരി കോരിയിട്ടു. മൂത്ത് ഫ്രൈ ആയിക്കുന്നു. നമ്മൾ ഉള്ളി മൂപ്പിച്ചിട്ടാണ് നല്ലോണം ഇളക്കി കൊടുക്കുക. മൂത്ത് വരണം. നല്ലോണം മൂത്ത് വെക്കണം. നമ്മൾ ഉള്ളി വാട്ടി എടുക്കട്ടെ. ഉള്ളി വാട്ടി എടുക്കണം. ഉള്ളി വാട്ടി കഴിഞ്ഞു. നമ്മൾ അച്ഛൻ്റെ മുകളിൽ ചെറിയൊരു വാഴൻ്റെ ഭക്ഷണം കൊടുക്കട്ടെ. ചോറൊന്നും കൊടുക്കണം. ചോറിൻ്റെ അടിയിൽ കുറച്ച് മല്ലിച്ചപ്പ്, പൊതിന് മല്ലിച്ചപ്പ് മിക്സാക്കണം കേട്ടോ. ഇനി ചോറ് ഈ പോരി കേട്ടോ. ചോറ് പോരിട്ടാണ്. ചോറ് പോയി നല്ല ചൂടാണ്. കാരണം ഇത് നമുക്ക് കറി മസാലപ്പൊടി കുറയിച്ചിട്ട് കേട്ടോ. ചോറിന് മുകളിലേ കുറേശ്ശെ കറി മസാലപ്പൊടി. ഉള്ളി വറുത്തത് മുന്തിരി അണ്ടിയും കൂടി വറുത്ത് അത് കുറച്ച് കളയാം. ഇനി നമുക്ക് പൊതിനയും മല്ലിച്ചപ്പോയി കൂട്ടി കുഴക്കുന്നുണ്ട്. അത് കുറേശ്ശൊന്നും ഇടുന്നില്ല. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് വെക്കട്ടോ. കുറേശ്ശെ വെച്ചാൽ അവിടെ ഇവിടെ ഒഴിച്ചാൽ തന്നെ അത് ഉരിയൊക്കെ ലെവലാവും. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ഓർത്തു. ഇനി അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് കറി മസാലപ്പൊടി. ഇത് ബിരിയാണി മസാല കേട്ടോ. ഇനി ചോറിൻ്റെ മുകളിൽ ഉള്ളി വറുത്തുകൊണ്ടിട്ടുണ്ട്. ഉള്ളി വറുത്തുകൊണ്ടിരുന്ന് കുറച്ച് അണ്ടിയും മുന്തിരി അതിൻ്റെ മുകളിൽ നടക്കട്ടെ. ഇനി പുതിന കുറച്ച്. ഇനി ഇതിൽ കുറച്ച് ചോറ് കൂടി ഉണ്ട്. അതുകൂടി ഇതിൻ്റെ മുകളിൽ കേട്ടോ. കുറച്ച് ചോറ് കൂടി ഇട്ട് അതുകൂടെ മുകളിൽ നിരത്തി. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കറി മസാല പൊടി കേട്ടോ. നല്ല ബിരിയാണി മസാലയാണ്. അപ്പോൾ അവിടെ മിക്സാക്കിയ പൊടി കേട്ടോ. അത് കുറച്ച് അധികം ഇടുക. ഇനി ചോറ് ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളി വാട്ടിയത് ലാസ്റ്റാണത്. ഉള്ളി വാട്ടിയത്
മുന്തിരിയും അണ്ടിപ്പരിപ്പൊടിയും വാട്ടിയത് അതും ഇടുക ചോറിനുള്ളൂ. നല്ലൊരു വാസനയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് പുതിനയും മല്ലിച്ചപ്പും കൂടി മിക്സ് ആക്കിയത് കേട്ടോ. മിക്സ് ആക്കിയതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ കുറച്ച് നെയ്യാണ് ഒഴിക്കണം. നെയ്യൊക്കെ നല്ല കട്ട പൊടിച്ചിട്ട് അക്കഞ്ഞ് ചോറിലൂടെ ഒഴിക്കും ഒരേമാതിരി അവിടെ ഇവിടെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടാൽ മതി. നല്ല ഉഷാറായിട്ട് നല്ല വാസനയുണ്ട്. ദമ്മായില്ലല്ലോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിക്കണം രുചിയുണ്ടോ നോക്കാൻ വേണ്ടി. നെയ്യ് നമുക്ക് ഫുള്ളായിട്ട് ഇത് തന്നെ കേട്ടോ. നെയ്യ് അങ്ങനെ ഇട്ടു. ഇനി വേണമെങ്കിൽ നമുക്കൊരു ചോറൊന്ന് മോഡലാകാനേ ഒരു ചെറിയ കളർ മഞ്ഞ കളറാട്ടോ, ചെറുങ്ങനെ ഒരു കളർ ഒരു കുടിച്ചു. ഇനി നമുക്കത് ദമ്മിടുകയാണ്. അതിൻ്റെ മുകളിൽ മൂടി വെച്ചിട്ട് കുറച്ച് തീക്കണലേ ചോറിന് വേഗത്തിലാകാൻ വേണ്ടി കുറച്ച് തീക്കണൽ ഇടുക. പെട്ടെന്ന് ആയി കിട്ടണ്ടേ. കുട്ടികളൊക്കെ ഇപ്പോൾ ചോറ് തിരക്കൊണ്ട് തുടങ്ങി. അപ്പോൾ ചോറ് വേഗം ആകാൻ വേണ്ടിയിട്ട് നമ്മൾ തീക്കണൽ കുറച്ച് ഇട്ടാൽ വേഗം അടി മുകളിലായിട്ട് തീക്കണൽ ഒപ്പം കിടക്കുമ്പോൾ ചോറ് വേഗമാവും. കുട്ടികൾക്ക് കൊടുക്കാനുമായി കുട്ടികൾക്ക് ഒരേ 2 കുട്ടികൾക്ക് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനെപ്പോൾ തരാമെന്ന് നിൽക്കുകയാണ്. അതായത് ചോറ് റെഡിയാവും. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് പപ്പടമൊന്നും ആവശ്യമില്ല. എന്നാലും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി 4 പപ്പടം പൊരിക്കാം കേട്ടോ. ബിരിയാണിക്ക് പപ്പടമൊന്നും ആവശ്യമില്ല. ഒരു 4 നമുക്ക് പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. പെരുന്നാളിൽ വരുന്നത്. അപ്പോൾ 4 പപ്പടം നമ്മൾ ബിരിയാണിക്കൊന്നും ആവശ്യമില്ല. എന്നാലും നമ്മൾ പൊരിച്ചെടുക്കുക. പപ്പടമാണ് ശരിക്കും പൊള്ളകാത്തൊരു പപ്പടമാണല്ലോ. എന്തൊക്കെ ഇങ്ങനെ കിട്ടിയത്. പപ്പടം പൊള്ളച്ച് പൊങ്ങണില്ല. എന്തൊക്കെ കുട്ടികൾക്ക് പപ്പടമായി അത് മതി. നമുക്കൊന്നും പപ്പടം വേണ്ട. പപ്പടം ഇനി നമ്മൾ കുറച്ച് കോഴി പൊരിക്കട്ടോ. ബിരിയാണിക്കാണ് കോഴിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിപ്പോൾ നമ്മൾ കുറച്ച് പൊരിച്ചു കുറച്ച് പാകത്തിന് കേട്ടോ. ഇതാ വേറെ വെന്തെടുക്കാം. പെട്ടെന്ന് ഇപ്പം നമ്മളെ ചോറ് തിന്നാൻ കോഴി ആവില്ല. കുറച്ചൊക്കെ കറക്കണം. ചെമ്പ് പൊട്ടിക്കട്ടോ. ബിരിയാണിയൊക്കെ പൊട്ടിക്കാണ്. ഓ എന്താ ഇതിൻ്റെ ഒരു വാസന. നല്ല ഗന്ധനാണല്ലോ വരുന്നത്. എല്ലാ വാസനയായിട്ട് വരുന്നുണ്ട്. നമ്മൾ പൊട്ടിച്ച് നമ്മൾ കഴിക്കാൻ നോക്കാം. ഇനി നമ്മൾ ദമ്മ് പൊട്ടിച്ചാണ് ചോറ് കുറച്ചും കൂടി എണ്ണ നെയ്യ് ഒന്നും കൂടി ഒന്ന് രുചി കൂടാൻ വേണ്ടി കളിച്ചു. അപ്പോൾ അത് നെയ്യൊക്കെ ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചോറ് നല്ലോണം ഇളക്കുക. ചോറ് നല്ലോണം മറിച്ചട്ടോ. നല്ല വാസനയാണ് വരുന്നത് കേട്ടോ. നല്ല ഗന്ധൽ വരുന്നുണ്ട്. എല്ലാം മറിച്ച അപ്പോൾ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണേ. ചോറ് നല്ലോണം ഇളക്കി മറിച്ച് നമുക്കിത് ചോറ് എടുക്കാം. കുറച്ച് ബാക്കി ഇറച്ചി അടിയിലാണ്. അത് എടുക്കുമ്പോൾ നമുക്ക് ചോറ് കുറച്ച് ഒഴിവ് കൊടുക്കാം. ചോറ് ഭയങ്കര ചൂടാട്ടോ. ചോറ് ഏതാനും കോരി കഴിഞ്ഞ് ഇറച്ചി അടിയിലെത്തി. നമുക്ക് ഇറച്ചിയും കൂടെ മാറ്റിയിട്ടുണ്ട്.
ഇനി നമുക്കിതിൽ കായൻ്റെ വെക്കണം. ഈ കായൻ്റെ നല്ലോണം കുറഞ്ഞു ചോറ് ഇനി ഇറച്ചി നല്ലോണം ഇളക്കുക. ഇല്ല സാറായിട്ടോ. ചോറ് ഒന്നും കൂടി മറിച്ചോട്ടോ, ഒന്നും കൂടി നല്ലോണം ഇളക്കുക. എല്ലാ വാസന വരുന്നത്. ആയി ഇനി നമ്മൾ ചോറ് കഴിക്കാൻ നോക്കുക, വിളമ്പലുണ്ട്. അപ്പോൾ ഇതിൽ കോഴിമുട്ട വെച്ചിട്ടാണ്, മുട്ട വെച്ചുകൊണ്ടാണ് ബിരിയാണി കേട്ടോ. മുട്ട വെച്ച ബിരിയാണിയാണ്. ഇതിൽ മുട്ട വെച്ചുകൊണ്ടാണ് ബിരിയാണി വിളമ്പുന്നത് കേട്ടോ. ബീഫ് വേറെ കൊടുക്കാം. മുട്ട വെച്ചുകൊണ്ട് ഈ ബിരിയാണി, ഇത് മുട്ടയും കാണുമ്പോൾ ബിരിയാണി തിന്നുമ്പോഴേ ഇത് നമ്മൾ പ്ലേറ്റൊക്കെ തട്ടി കൊടുക്കട്ടോ. അപ്പോൾ ഇതിക്ക് കുറേശ്ശെ ബീഫ് പ്ലേറ്റിക്ക് വളമ്പ് കേട്ടോ. നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ബീഫ് വളമ്പ. അപ്പോൾ ഇനി കോഴിയൊക്കെ ഇതിന് എടുക്കുക ചോറ് വയ്ക്കുമ്പോൾ കേട്ടോ. ബീഫ് ആവശ്യത്തിന് എടുക്കുക, ചോറ് നല്ലോണം കഴിക്കുക. അപ്പം ഞാൻ ഈ ബിരിയാണി ഒന്ന് രുചി ഉണ്ടോ നോക്കാം. സാധനമൊന്നും കാണില്ല, എല്ലാ വാസന കഴിച്ചോടട്ടോ. ബിസ്മില്ലാഹിർറഹ്മാനിർ റഹീം. നല്ല രുചിയുണ്ട്, രസം കേട്ടോ. അതിന് മുട്ടയുണ്ടോ? മുട്ടയൊക്കെ ഉണ്ടല്ലോ, ബീഫിൻ്റെ കുറച്ച് മുട്ട. നല്ല രസം. ബീഫ് അടിപൊളിയാണ് ബീഫൊക്കെ. കോഴി പൊരിച്ചു കൊണ്ടോ, കോഴി പൊരിച്ചു നല്ല രസം ഉണ്ടോ. തിന്നോട്ടോ കഴിച്ച് തിന്നോട്ടെ. രസം ഞാൻ പറഞ്ഞു തരൂ. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അപ്പം എൻ്റെ ഈ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ.